ലാസ്റ്റ് പെയിന്റ് ചെയ്ത് കണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയൊരു ഫിനിഷിൽ കിട്ടിയേക്കണത്. അല്ലെങ്കിൽ ആ പൊരിപ്പൊരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായേനെ. വണ്ടിയിൽ സെറ്റ് ചെയ്തപ്പോൾ ഉള്ളൊരു ഫിനിഷ് കണ്ട, നല്ല അടിപൊളിയായിട്ടില്ലേ. ഇന്നും കുറച്ചാൾ മുന്നേ കിട്ടിയ പോലെ പ്രതീക്ഷിക്കാണ്ട് ഒരു ലീവ് കിട്ടിയിട്ടാ. അപ്പോൾ വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, പുറത്തോട്ടൊന്നും പോകാനില്ല, കൂട്ടുകാരന്മാരൊക്കെ ഒന്ന് പോയിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് നമുക്ക് ക്ലാസ്സും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കാറിൻ്റെ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് കീയൊക്കെ ഇടൂല, ആ ഒരു ഭാഗം ദ്രവിച്ചിരിക്കണം വെയിലൊക്കെ അടിച്ചിട്ട്. എൻ്റെ ഒരു വാഗണർ ഇരിപ്പുണ്ട് പഴയതൊക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങളോട് ഒന്ന് അപ്ലോഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാനിങ്ങനെ അഴിച്ചത് ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് അഴിച്ച് എൻ്റെ ഒരു 60ൻ്റെ പേപ്പർ ഉണ്ടായിരുന്നു, അതിട്ട് പിടിച്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ നിങ്ങൾക്ക് വീഡിയോ എടുത്തേക്കാം. എന്തായാലും പെയിൻ്റൊക്കെ ചെയ്യാൻ പോവാണ്. ആ വീഡിയോ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതെ, ഞാൻ ഈ 60ൻ്റെ പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് ഈ ഒരു രീതിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഷോപ്പിൽ പോയിട്ട് നമുക്ക് 100ൻ്റെ ഒരു പേപ്പറും 220ൻ്റെ പേപ്പറും പിന്നെ ഒരു സ്പ്രേ പെയിൻറ്റും കൂടെ മേടിക്കണം. ഓക്കെ. അതിനിപ്പോൾ മേടിക്കാനായിട്ട് പോകണം. നിലവിലിത് ഞാൻ ഈ ഒരു പരുവത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 80ൻ്റെ പേപ്പർ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് സ്ക്രാച്ചസ് ഉണ്ട് ഇതിനകത്ത്. ഇതിന് 100ൻ്റെ പേപ്പർ കൊണ്ട് ഉരച്ചിട്ട് ഈ സ്ക്രാച്ചസൊക്കെ ഒന്ന് സ്മൂത്താക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് 220ൻ്റെ പേപ്പർ ഇട്ടിട്ട് ഒന്നുകൂടെ സ്മൂത്താക്കി എടുക്കണം. എന്നിട്ട് വേണം സ്പ്രേ പെയിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പൊരിപ്പൊരിപ്പൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഇപ്പോൾ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ചെറിയ ചെറിയ കുത്തുകളൊക്കെ ഇല്ലേ, അതെല്ലാം എടുത്ത് കാണിക്കും. അങ്ങനെ വരാനായിട്ട് പാടില്ല. ഓക്കെ. ഇപ്പം ഇതേ ഒരു 100ൻ്റെ പേപ്പർ കൊടുത്തിട്ടുണ്ട്, ഒരു 220ൻ്റെ പേപ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ മേടിച്ച സ്പ്രേ പെയിന്റ്. ഇത് ഗ്ലോസി ബ്ലാക്ക് ആണ് കേട്ടോ. മാറ്റ് ബ്ലാക്കും ഉണ്ട്, ഗ്ലോസി ബ്ലാക്കും ഉണ്ട്. എനിക്ക് ബ്ലാക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്, കറുത്ത കളർ ഭയങ്കര ഇഷ്ടം. ഇതപ്പോൾ ശരിക്കും ഷെയ്ക്ക് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ മിക്സ് ചെയ്യാനായിട്ടൊരു രാശിക്ക പോലത്തെ ഒരു സംഭവം ഉണ്ട് കണ്ടോ. നല്ലോണം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്താലാണ് ഇതിൻ്റെ ഉള്ളിലുള്ള പെയിന്റ് മിക്സ് ആവുള്ളൂ. എന്നിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ. വീഡിയോ എടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ വീഡിയോ എടുക്കലും പിന്നെ അതേപോലെ ഈ ഒരു പരിപാടി ചെയ്യലും രണ്ടും കൂടെ ഒറ്റയ്ക്ക് നടക്കില്ല. ട്രൈപ്പോഡൊക്കെ ക്ലാസ്സിലിരിക്കുകയാണ്. ഞാനിത് ആലോചിച്ചില്ല നമുക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നേ. ഓക്കെ. അപ്പോൾ രണ്ടും ഒപ്പം നടക്കില്ല. പക്ഷേ ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ 2 പേപ്പർ മേടിച്ചിട്ടുണ്ടല്ലോ, 100ൻ്റെ പേപ്പറും 220ൻ്റെ പേപ്പറും. അത് വാട്ടർ പേപ്പറാണ്. നമുക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഭാഗം കീറി എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ഇത് നല്ലോണം സ്മൂത്ത് ചെയ്തെടുക്കുക. ഒരുപാട് ബലമൊന്നും പിടിക്കരുത്. ഒരുപാട് ബലമൊന്നും പിടിക്കാണ്ട് വളരെ സാവധാനം, എന്താ വെച്ചാൽ അധികം പ്രഷർ അപ്ലൈ ചെയ്യാണ്ട് സ്മൂത്തായിട്ട് നമ്മൾ അത് ഇത് സ്മൂത്ത് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് 220ൻ്റെ പേപ്പർ വെച്ചിട്ട് സെയിം അതേപോലെ തന്നെ വെള്ളം ഒഴിച്ച് സ്മൂത്ത് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം സ്പ്രേ പെയിൻറ്റ് ചെയ്യാനായിട്ട്. എന്തായാലും ഈ ഒരു 2 കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് എന്തായാലും ബാക്കി വീഡിയോ എടുക്കാം. എന്തായാലും ട്രൈപ്പോഡൊന്നും ഇല്ല എൻ്റെ അടുത്ത്, ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ നടപടിയാവില്ല. ഓക്കെ. ഇപ്പോഴത്തെ 100ൻ്റെ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഉരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടപ്പോൾ അന്നത്തെ ആ ചെറിയ രീതിയിലുള്ള ഇതൊക്കെ പോയിട്ടുണ്ട്, വലിയ വലിയ വരകളൊക്കെ ഇല്ലേ. ഇനി 220ൻ്റെ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ പിടിക്കണം. അപ്പോൾ അത് 220ൻ്റെ പേപ്പറും 100ൻ്റെ പേപ്പറൊക്കെ പിടിച്ച് നല്ലോണം കഴുകി ഞാൻ ഇവിടെ അഴയിൽ ഉണങ്ങാനായിട്ട് ഇട്ടുണ്ട് കേട്ടോ. ഏകദേശം ഉണങ്ങിയിട്ടുണ്ടായി. ഇനിയിപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഇനി ആ ഒരു കാര്യം കൂടെ ബാക്കിയുള്ളൂ. നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇട്ട് തന്നെ ഉണ്ടെന്ന് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോണത്. ഇവിടെ തുണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു സൗകര്യമായി. നല്ല വെയിലുണ്ട്. ഇവിടെ നല്ല രീതിയിൽ വെയിലടിക്കുന്ന ഒരു സ്ഥലവുമാണ്. പിന്നെ അധികം നിലവിൽ ഇപ്പോൾ പൊടിയൊന്നും പറക്കണില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി വല്ല പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് വല്ല കാറ് വല്ലതും വരണമെന്നുണ്ടെങ്കിൽ വള്ളിയാവും. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇനിയിപ്പോൾ പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത് പെയിൻറ്റിങ് ആണ്. ഇത് പെയിൻറ്റ് ചെയ്യണതിന് മുന്നേ നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്യണം, നല്ലോണം ഷെയ്ക്ക് ചെയ്യണം. എന്നിട്ടേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ. ഇത് ഫോണും പിടിച്ച് എനിക്കത് എന്തായാലും പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് പെയിൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ. ഇപ്പോൾ ഒന്ന് പൊട്ടിച്ച് എടുക്കാം. പിടിക്കാനായിട്ട് നല്ല കംഫർട്ടാണ് ഈ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ സ്പ്രേ ചെയ്യാണ്, വേറെ പരിപാടിയൊന്നുമില്ല. നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പൊടിയൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. ഈ ഒരു ഭാഗം ആദ്യം പെയിൻറ്റ് ചെയ്യാം, കാരണം ഈ ഒരു ഭാഗമാണ് നമുക്ക് പെട്ടെന്ന് നോട്ടം കിട്ടുന്നത്. പെയിൻറ്റ് ചെയ്യണതിന് മുന്നേ നല്ലോണം ഷെയ്ക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഷെയ്ക്ക് ചെയ്യാൻ വേണം, ഈ ഒരു ഡിസ്റ്റൻസ് വേണം, ഇത്രയും അകലത്തിൽ വേണം നമ്മളിത് പെയിൻറ്റ് ചെയ്യാനായിട്ട്. അടുത്ത് പിടിക്കരുത്, ഇത്ര മിനിമം ഇത്ര അകലെങ്കിലും വേണം. കാറ്റൊരു വിഷയമാണ്, എന്നാലും കുഴപ്പമില്ല.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയണത്. സെറ്റപ്പ് ആയില്ലേ? കണ്ട ഈ ഒരു ഭാഗമൊക്കെ നോക്കിയേ, സെറ്റല്ലേ? ഇനി വണ്ടിയിലൊന്ന് ഇത് സെറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ കുറച്ചൊക്കെ എൻ്റെ കയ്യിലുമായി, എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ ഫിനിഷിങ് നോക്കി കണ്ട, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ആ 200 രൂപേൻ്റെ പേപ്പർ ഇട്ട് പിടിച്ചിട്ട് നമ്മ പ്രോപ്പറായിട്ട് പെയിൻറ്റിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് ആകെ ചിലവായതൊരു 200 രൂപയാണ്. നല്ല പക്കയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മെനക്കെടാനായിട്ട് തയ്യാറായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വീട്ടിലിരുന്ന് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം, സമയം ഉണ്ടെങ്കിൽ. വെറുതെ സമയം കളയാൻ എന്തിനാണ്? ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുള്ളൂ, താല്പര്യം വേണം കേട്ടോ. പിന്നെ എനിക്കെന്ന് പറയണത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടവും അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, മെക്കാനിക്കൽ ആയിട്ടുള്ളതും അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്ത് പോകും. നോക്കി ഈ ഒരു ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഇതിനകത്ത് ഏതാണ്ടൊരു 3 കോട്ട് 4 കോട്ടൊക്കെ പെയിൻറ്റിങ് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിഭാഗം നല്ല ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാടെന്ന് പറയുന്നത് ഒരച്ചേൻ്റെ ഒരു ഇതൊക്കെയാണത്, മുട്ടിയേൻ്റെ ഒക്കെ പാടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം ക്ലിയർ ആയി, ഇത് അകത്തോട്ട് പോണത്, അതുകൊണ്ട് ഇവിടെ ഞാൻ അധികം ശ്രദ്ധിക്കാൻ പോയില്ല. ഇവിടെ മുതലാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റിയുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതാം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം 100ൻ്റെ പേപ്പർ ഇട്ട് ഒന്ന് മിനുസപ്പെടുത്തി, അത് കഴിഞ്ഞിട്ട് 200 രൂപേൻ്റെ പേപ്പർ ഇട്ട് മിനുസപ്പെടുത്തി ലാസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയൊരു ഫിനിഷിൽ കിട്ടിയേക്കണത്. അല്ലെങ്കിൽ ആ പൊരിപ്പൊരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായേനെ. വണ്ടിയിൽ സെറ്റ് ചെയ്തപ്പോൾ ഉള്ളൊരു ഫിനിഷ് കണ്ട, നല്ല അടിപൊളിയായിട്ടില്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയണത്. നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.